പക്ഷേ എനിക്ക് ദൈവാധീനം കൊണ്ടേ എൻ്റെ കയ്യിൽ 4 കാശ് കൊണ്ടാകുന്നുണ്ട് എനിക്ക് പെൻഷനും കിട്ടും. പെൻഷൻ കിട്ടും? പെൻഷൻ കിട്ടും. ഏത് പെൻഷൻ? വിധവാ പെൻഷൻ. നാഗപ്പഞ്ചല്ലേ എൻ്റെ പെൻഷനാണ് എനിക്ക് കിട്ടുന്നത്. വിധവാ പെൻഷനാണ് കിട്ടുന്നത്. ഇടവൊന്നും എനിക്ക് കിട്ടുന്നത്. വിധവാ പെൻഷൻ കിട്ടുമല്ലേ? എങ്ങനെയോ എനിക്ക് കാശ് കിട്ടുന്നുണ്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നേരത്തെ മുതലേ വല്ല കയറും ഒക്കെ പിരിച്ച് എനിക്ക് കാശുണ്ടാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാശുണ്ടായി. അല്ലെങ്കിൽ സ്ഥലം വല്ലതും കൊടുത്തോ? എന്തോ സ്ഥലം വല്ലതും കൊടുത്തോ? കൊടുത്തിട്ടില്ല. സ്ഥലമൊന്നും കൊടുത്തിട്ടില്ല. ആ കൊടുക്കാൻ മേലായിരുന്നോ? കൊടുക്കേണ്ടി വരുമ്പോൾ അവനുണ്ടല്ലോ. അല്ല, കൊടുത്തിട്ട് വരെ കടമൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റണ്ടേ? അവൻ മാറ്റിക്കോട്ടെ. നമ്മളിപ്പോൾ അവൻ ചെയ്യാമോ? അവൻ ചെയ്തോട്ടെ. നമ്മളെന്തിനാ അതിന് പറയണത്? അതല്ല, വടം കടന്ന് കൂടൂല്ലേ? എന്തെങ്കിലും മറ്റൊന്ന് നമുക്ക് വേണ്ടല്ലേ. നമ്മളിതിനെ അതിനെപ്പറ്റി അല്ല കുഞ്ഞമ്മ, അതിനുള്ള വല്ലതും ചെയ്യുന്നുണ്ടോ, നോക്കുന്നുണ്ടോ? അതൊന്നും എനിക്കറിയത്തില്ല. കൂടുതൽ ഞാൻ ചോദിക്കേണ്ട കാര്യമുണ്ട്. അതെ, നമുക്കതിനുള്ള കാര്യമില്ല മോനെ. മക്കൾ പ്രായമാകുമ്പോഴേ അമ്മമാർ ഇതൊന്നും ചോദിച്ചിട്ട് അവരെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. അവർക്ക് മനസ്സിലാക്കാൻ ചെയ്യും. അതൊന്നും ചെയ്യും. എൻ്റെ സ്വത്തില്ലേ? കൊള്ളായ്മയൊന്നും ഇല്ലല്ലോ. എൻ്റെ സ്വത്താണെങ്കിലും ഇല്ലേ? അപ്പം പിന്നെ അതെടുക്കാൻ മേലെ അവന്. എൻ്റെ വിവരം ഇല്ല, അവനും ദുശീലങ്ങളൊന്നും ഇല്ലല്ലോ. നല്ല എല്ലാം നന്നായിട്ട് നോക്കുന്നവരാ. നല്ല സ്വഭാവം. അതൊരു ഭാഗ്യം. ഞാൻ ചെയ്ത പുണ്യം. ഞാൻ ചെയ്ത പുണ്യാണ്. ഞാൻ ആരെ പിടിക്കാനും കണ്ടുമാനും ഒന്നും പോയില്ല. 10 പൈസ കളയാനും പോയില്ല. എനിക്കും പൊന്നു കൊണ്ടായിരുന്നു. എൻ്റെ മകൾക്ക് കൊടുത്തു. ഒരു നെക്ലേസ് ഒക്കെ മകൾക്ക് കൊടുത്തു. ഒരു മാലയും കൊടുത്തു. പിന്നെ ഇപ്പം എനിക്ക് ഇത്രയും ഉണ്ട്. അത് ഞാൻ മരിച്ചപ്പോഴേ എനിക്ക് അവൾക്ക് പറഞ്ഞിട്ടുണ്ട്. മരിച്ചപ്പോൾ കാശ് കണ്ടു. എൻ്റെ മക്കളൊന്നും കൊള്ളായ്മയ്ക്ക് പോയിട്ടില്ല. ബേബി ഈ സിനിമയിലെ ഇത് നടക്കുമായിരുന്നു. വലിയ പ്രശ്നം. എന്നാലും അവർ വേണ്ടാതെ അതുപോലെ തന്നെ എൻ്റെ ഫ്ലവർ തുടങ്ങിയിരുന്നു ചേച്ചി. നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയണ്ട. ബേബി അവൻ ഇതാ മൂത്രൻ ബാബു അങ്ങ. ബാബുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ. കുഞ്ഞമ്മന്ന് തിരിച്ചു പറയാ. ഞാൻ അവന്റെ തോളേന്നും അറിയയില്ല. അത്ര ഇഷ്ടമായിരുന്നു ബാബുവിന്. ബാബു ഉണ്ട് ഇപ്പൊ. അവനുണ്ട്. ബാബു ഉണ്ടാ? ഡൽഹിയില്. അത് ശരി. ഇന്നാളെ എനിക്ക് അറിയാണ്ട് പറഞ്ഞ് ബാബു ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞേ എനിക്കത് അറിഞ്ഞൂടല്ല. ഡൽഹിയിലാ കുഞ്ഞമ്മ അവരെല്ലാം. ഡൽഹിയിലാണ്. അവിടെ ഫ്ലാറ്റൊക്കെ വാങ്ങിച്ച് അവിടെ താമസിക്കില്ലേ? ഫ്ലാറ്റൊക്കെ മേടിച്ച് മകളുണ്ട്. ഒരു മോളുണ്ട്. ജീവിച്ചിരിപ്പുണ്ടല്ലോ. എല്ലാം ഉണ്ട്. ജീവിച്ചിരിപ്പുണ്ടല്ലോ. എല്ലാം ഉണ്ട്. സമാധാനിക്കാൻ നമ്മൾ കണ്ടില്ലെന്നും കണ്ടില്ല. ഒരു മകളുണ്ട്. ബാബുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു.